നമസ്കാരം. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം തുടങ്ങിയിട്ട് 102 ദിവസമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇന്ന് ആകുന്നത്. വെടിനിർത്തൽ 7 ആഴ്ച ഏതാണ്ട് വെടിനിർത്തി. അതിനുശേഷം കഴിഞ്ഞ ദിവസം വലിയ അടി ഇറാനിലേക്ക് ഇസ്രായേൽ അടിച്ചു. അതിന്റെ ഡബിളിന്റെ ഡബിളായിട്ട് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. ഒരു വേള ഇസ്രായേൽ എന്ന രാജ്യം അസ്തമിച്ചു എന്ന ഒരു പ്രതീതി പോലും ഉണ്ടായി. ഈ സമയത്ത് ഇസ്രായേലിന് ഇനി ഒരു ആക്രമണം നടക്കരുത്, വെടിനിർത്തൽ തുടരണം എന്ന് ട്രംപ് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. യുദ്ധം ഇപ്പോൾ രണ്ടാമത് ആരംഭിച്ച ഉടൻ തന്നെ ഇറാൻ ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ അത്യന്താധുനിക മിസൈലുകൾ, അതായത് ഇതുവരെ യുദ്ധത്തിൽ പ്രയോഗിക്കാത്ത മിസൈലുകൾ, ഡ്രോണുകൾ. ഇറാന്റെ ശേഖരം അത്ര വിപുലമാണ്. ഈ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ കരുതുന്ന പോലെയൊന്നും അല്ല. കാര്യം ഇറാൻ ഇറാഖ് യുദ്ധം ഏതാണ്ട് 7-8 കൊല്ലം നിന്ന് അടിച്ചതാ. അതിനുശേഷം പിന്നെ ഇറാൻ ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിനൊന്നും പോയിട്ടില്ല, മിസൈലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിനുശേഷം ഏത് നിമിഷവും ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമായിരുന്നതുകൊണ്ട് അമേരിക്ക എത്ര കാലം നിന്ന് അടിച്ചാലും അത്ര കാലം നിന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധ ശേഖരങ്ങൾ ഇറാൻ നിർമ്മിച്ചു കൂട്ടി എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ നിർമ്മിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാലങ്ങളും കഴിഞ്ഞു പോവുക. 10-40 കൊല്ലമായില്ലേ ഉപരോധം തുടങ്ങിയിട്ട്, 47 കൊല്ലമായി. ഇത്രയും കാലമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടുമ്പോൾ ആ കാലങ്ങൾക്കനുസരിച്ചുള്ള ടെക്നോളജി അനുസരിച്ചുള്ള ആയുധങ്ങളാണ് ഉണ്ടാക്കി കൂട്ടുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിയുന്നു, പുതിയ ടെക്നോളജി വരുന്നു, പുതിയ ടെക്നോളജിയിൽ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്നു എന്നല്ലാതെ ആദ്യം ഉണ്ടാക്കിയത് പൊട്ടിച്ചു തീർക്കുന്നില്ല. ഇവിടെ അമേരിക്ക അത്തരത്തിലുള്ളത് പൊട്ടിച്ചു തീർക്കാനും വിറ്റ് തീർക്കാനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയ്ക്ക് യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിലൊന്നും ഇറാൻ പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരുന്നു, പഴയ ആയുധങ്ങളും പുതിയ ആയുധങ്ങളും എല്ലാം. ഇതിനിടയ്ക്ക് ഇസ്രായേലുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോഴത്തേക്ക് ഇതിനിടയിൽ പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ചെണ്ണം ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് രൂക്ഷമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അത്യന്താധുനിക മിസൈലുകളും ഡ്രോണുകളും ഇതുവരെ ചെല്ലാത്ത സാധനമാണ് ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെയും നഗരങ്ങളെയും ഒക്കെ ലക്ഷ്യമാക്കിയിട്ട് ചെന്നത്. വൻതോതിലുള്ള ആക്രമണം ഇറാനാണ് അഴിച്ചുവിട്ടത്. കാര്യം ഇറാന്റെ ആയുധങ്ങളെ കണ്ടെത്താൻ ഇസ്രായേലിന്റെ അയൺഡോമുകൾക്കോ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്കോ കഴിയാത്തത് ഇതുകൊണ്ടാണ്. ഇറാന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, കാരണം ഓരോ നിമിഷവും അടുത്ത ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് കൃത്യമായ ഒരു പോയിന്റും ഒരു ചെയ്തു വെച്ചേക്കാണ്. ആ നിലയിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ പ്രതിരോധ വ്യൂഹങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്, അയൺഡോമുകൾക്കൊക്കെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. കാണാൻ കഴിഞ്ഞില്ല അവർക്ക്. അതായത് വീണ് പൊട്ടിയ ശേഷം അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തരെ ഓടാണ്. അതിനുശേഷമാണ് സൈറൺ മുടങ്ങുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ അന്തരീക്ഷത്തിലേക്ക്, വ്യോമ മേഖലയിലേക്ക് ഒരു മിസൈൽ കടന്നാൽ അപ്പോൾ സൈറൺ മുടങ്ങും. ആ മിസൈലിനെ തകർക്കാനുള്ള ശേഷിയും ഇസ്രായേലിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ് പൊട്ടി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി ഒരൊറ്റ ദിവസം കൊണ്ട്. ഇസ്രായേലിന്റെ പല തന്ത്രപ്രധാന മേഖലകളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. സർവനാശം, അത് ഇസ്രായേലിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടായിട്ട് വാർത്താ റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ. ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ, ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി ഇസ്രായേലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് സൈനികമായിട്ടാണെങ്കിലും ഇനി അതല്ലെങ്കിൽ പ്രഹരശേഷിയുടെ കാര്യത്തിലായാലും ഒക്കെ. പക്ഷെ അതൊക്കെ മാറി ഇറാന്റെ ശക്തമായ പ്രഹരശേഷിയിൽ ഇസ്രായേലിന്റെ മേൽക്കൈക്ക് ഒരു കടുത്ത മങ്ങൽ, അതായത് ഇസ്രായേൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തിയത്. ഇവിടെയാണ് ട്രംപ് ഇടപെടുന്നത്. ട്രംപിന് മനസ്സിലായി ഒരൊറ്റ ദിവസം കൊണ്ട്, അതായത് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കീഴ്മേലും നോക്കൂല, തകർത്ത തരിപ്പണമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആധുനിക ആയുധങ്ങളുടെ പ്രഹരശേഷി ഇറാൻ അറിയാം, അത് മറ്റുള്ളവർക്ക് അറിയില്ല, ഇറാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണം എന്നുള്ളത്. ഏതായാലും ട്രംപ് അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തു. ഒരു കാരണവശാലും ഇറാനെ കയറി അടിക്കരുത്, ഇറാൻ എന്ത് ചെയ്താലും തിരിച്ചടിക്കരുത്, അടിച്ചു കഴിഞ്ഞാൽ പണി പാളും. പക്ഷെ അമേരിക്കയ്ക്ക് ഇറാനെ അറിയാം, ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് അടിക്കൂല. അതായത് യുദ്ധം നിർത്താൻ, വെടിനിർത്താൻ ഇസ്രായേൽ അടി നിർത്തിയാൽ മതി. ഇസ്രായേൽ അങ്ങോട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇറാൻ അവസാന വെടിയും ഇട്ടിട്ട് അവിടെ മിണ്ടാതിരുന്നോളൂ. അതാണ് ഇറാന്റെ രീതി. അതുകൊണ്ട് ഇസ്രായേലിനേക്കാളും വിശ്വാസം ഇറാനെ അമേരിക്കയ്ക്കാണ്, ട്രംപിനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ 7 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറ് അത് പ്രാബല്യത്തിൽ വന്നിട്ട് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയൊന്നും വെക്കാതെ സമാധാനമായി തുടർന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കർശനമായ മുന്നറിയിപ്പ് നൽകിയത്, ഇറാന്റെ മേലെ ഇനിയൊരു പുതിയ സൈനിക ആക്രമണം നടത്തരുത്, ഒരു കാരണവശാലും ഇറാനെ കയറി അടിക്കരുത്, അങ്ങോട്ടൊന്നും ചെയ്യരുത് എന്ന്. കാര്യം ട്രംപിനറിയാം, ഇറാൻ പറയുന്നത് ചെയ്യും. കാരണം ട്രംപിനറിയാം ഇനി ഒരു ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇറാനിലേക്ക് കയറി ഇനി ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അത് ആ മേഖലയെ പൂർണ്ണമായി തകർത്തും, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് ഇടയാക്കുമെന്ന് ട്രംപിനറിയാം. അതുകൊണ്ടാണ് ആ വ്യവസ്ഥകൾ
വെടിനിർത്തൽ വ്യവസ്ഥകൾ രണ്ടുപേരും പാലിക്കണം, അത് കൃത്യമായിട്ട് പാലിക്കണം എന്ന് പറഞ്ഞത്. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ലെബനനിൽ ഇസ്രായേൽ അടിക്കുമോ? ഇസ്രായേലിനെ ഇറാൻ അടിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, രൂക്ഷമായ യുദ്ധമാണ് ഉണ്ടായത്. ഇസ്രായേലിന്റെ ആ പ്രദേശങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി മുമ്പെങ്ങും കാണാത്ത വിധത്തിലുള്ള തകർച്ചയാണ് ഇസ്രായേൽ നേരിട്ടത്. ഇസ്രായേലും തിരിച്ചടിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ബോംബാക്രമണം നടത്തി. പക്ഷെ അതുപോലെയൊന്നും അല്ല, ഇസ്രായേലിൽ വലിയ തകർച്ച, ഇസ്രായേൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 1-2 മാസം നിന്നുള്ള യുദ്ധം, അന്ന് പോലും കാണാത്ത വിധത്തിലുള്ള തകർച്ചയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ ഇറാൻ നടത്തിയതെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് അമേരിക്കയ്ക്ക് ട്രംപിനെ അറിയാം. അതുകൊണ്ടാണ് ട്രംപ് ഇറാന്റെ കാല് പിടിക്കുന്നത്. ദയവായി ഒന്നും ചെയ്യരുത്, വെടിനിർത്തണം. ഇസ്രായേലിനോട് താക്കീത് സ്വരത്തിൽ പറഞ്ഞു, അങ്ങോട്ട് കൊടുക്കരുത്, കൊടുത്താൽ പണിയാകും, പിന്നെ എനിക്ക് പോലും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഏതായാലും അതിനുശേഷം അതിർത്തിയിൽ നിന്നും മറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ഒന്നും പുതിയ ആക്രമണമൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. ഇരു രാജ്യങ്ങളുടെയും സൈന്യം പക്ഷേ അതീവ ജാഗ്രതയിലാണ്. ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വിടുന്നുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വിടും. ഈ 102 ദിവസം പിന്നിടുമ്പോൾ ഓരോ ദിവസവും ആശങ്കാജനകമായാണ് ഇസ്രായേലും ഇറാനും അമേരിക്കയും, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ വലിയ സൈനിക പ്രതിസന്ധി ആരംഭിച്ച് 102 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതിനിടയിലുണ്ടായ 7 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഒരാശ്വാസം. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നത്. പക്ഷേ ഇസ്രായേലിന് എന്നാലും കയറി അടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ വിശാല രാജ്യം എന്നത് ലെബനൻ ആദ്യം പിടിക്കണം. ലെബനൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ കീഴ്പ്പെടുത്തണ്ടേ? കുറേശ്ശെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറയുന്നത് അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേശ്ശെ കയറുന്നു. ഇത് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാൻ ഈ വെടിനിർത്തൽ ഇപ്പോൾ അമേരിക്കയെ മറ്റും കാല് പിടിച്ചുകൊണ്ട് വെടി നിർത്തിയിട്ടുണ്ടെങ്കിലും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പശ്ചിമേഷ്യ ശാന്തമൊന്നും ആയിട്ടില്ല. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി എന്നേ പറയാൻ പറ്റൂ. സത്യത്തിൽ ഈ ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് അവസാനിച്ചല്ല. കാര്യം ഇറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ തുടങ്ങിയാൽ പിന്നെ ഇസ്രായേലിനെ അവസാനിപ്പിച്ച് നിർത്തുമെന്നാണ്. എന്നിട്ടും അമേരിക്ക പറഞ്ഞത് ഇറാൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ട്രംപ് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ ഇറാന് ഉണ്ടാകണം. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത തിരിച്ചടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഭരണകൂടം ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതായത് പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. കാരണം ഇസ്രായേൽ തീർന്നു എന്ന് ട്രംപിന് മനസ്സിലായി. ഇനി എന്തെങ്കിലും സൈന്യ നീക്കങ്ങൾ ഇറാനെതിരെ നീക്കിയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇറാനെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇസ്രായേൽ താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല, വളരെ ഭീകരമായിരിക്കും. പിന്നെ ഒരുപക്ഷെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള അതായിരിക്കും എന്ന് ഇസ്രായേൽ നേതൃത്വത്തെ ഡൊണാൾഡ് ട്രംപ് ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇറാനെ ട്രംപ് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് എന്ന് വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഒന്നും ചെയ്യാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇസ്രായേലിനെ ഞങ്ങൾ ഒതുക്കിക്കൊള്ളാം, ഞങ്ങൾ പറഞ്ഞു നിർത്തിക്കൊള്ളാം, ദയവായി നിങ്ങൾ ഇസ്രായേലിനെ അടിക്കരുതേ എന്നുള്ള ട്രംപിന്റെ അഭ്യർത്ഥന പുറമേ അങ്ങനെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാലേ ഇറാൻ കേൾക്കൂ. ആ അർത്ഥനയ്ക്ക് എന്തായാലും ഫലമുണ്ടായി. നമ്മൾ ഭയന്നിരുന്നത് പോലെ ഒരു വലിയ തകർച്ച പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ അത് കെട്ടടങ്ങി. വളരെ സന്തോഷം. Different angles. Don't forget to subscribe and support this channel.